ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ മന്തി സൂക്ക് എന്ന് പറയുന്ന കോഴിക്കോട് കല്ലായിൽ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് എതിർവശത്തായിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ ഫുഡിനെ കുറിച്ചായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് തന്നെ മന്തി സൂക്ക് എന്നാണ്. അപ്പോൾ ജാനുവിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഞങ്ങൾ പോയതാണ് റെസ്റ്റോറൻറ്റിൽ. അപ്പം ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ളൊരു ഇൻറ്റീരിയർ. നല്ല അടിപൊളി വൈബായിരുന്നു. നല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ പല വെറൈറ്റീസിലുള്ള മന്തി നമുക്കിവിടെ കിട്ടും. നമ്മൾ ആദ്യം ആ ബോർഡിൽ കണ്ട കണക്കന്നെ ബീഫ്, മട്ടൻ, അൽഫാം മന്തി, മസാല ഷവായി, അതേപോലെ പിരിപ്പിരി, ഹണി, ഗ്രീൻ അൽഫാം, ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ മന്തികളാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വെറൈറ്റീസ് ഒന്നും ഞാനിതുവരെ കഴിച്ചിട്ടില്ല. കോഴിക്കോട് വന്നതിന് ശേഷമാണ് ഇങ്ങനെ മന്തി ഇത്രയും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടും ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇരിക്കാനുള്ള ഒരു സീറ്റൊക്കെ എല്ലാവരും ഫിക്സ് ചെയ്ത്, കുട്ടികളുള്ളതുകൊണ്ട് അവർക്ക് പല സീറ്റ് ഫിക്സ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. എന്തായാലും ലാസ്റ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഹണി മന്തിയാണ്. പിള്ളേർക്കൊക്കെ ഏറ്റവും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ് ഹണി മന്തി. അടിപൊളി ടേസ്റ്റാണ്. ഇതൊരു അവരുടെ സ്പെഷ്യൽ ഷവായി ആയിരുന്നു. ഒരു ഗ്രേവിയൊക്കെ, അതിൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഒരു സ്പെഷ്യൽ സലാഡ് ഉണ്ടായിരുന്നു. കുക്കുംബറും മാങ്ങയും കുറച്ച് മുളക് പൊടിയും പിന്നെ അതേപോലെ വിനാഗിരിയൊക്കെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി ഒരു സലാഡ്. ഞാൻ അത്ര വലിയ മന്തി ഫാനൊന്നുമല്ല, പക്ഷേ വെറൈറ്റീസ് ഓഫ് മന്തി ഒക്കെ ഒന്ന് പരീക്ഷിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ബിരിയാണി ആരാധികയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര എപ്പോൾ പുറത്തിറങ്ങിയാലും അവർ ആവശ്യപ്പെടുന്നത് മന്തിയാണ്. മന്തി വേണം മന്തി വേണമെന്നാണ്. ഞാൻ കോഴിക്കോട് വന്നിട്ടാണ് ഇത്രയും വെറൈറ്റീസ് ഓഫ് മന്തി കാണുന്നതും കഴിക്കുന്നതും. ഇതേപോലെ തന്നെ എരിവാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് പിരിപ്പിരി മന്തി ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവരുടെ തന്നെ സ്പെഷ്യൽ ഒരു പായസമാണിത്. പായസം എന്ന് പറയുമ്പം തണുപ്പാണ്, അതിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഒരു പുറത്ത് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്പോട്ട് കാണാം. PASM എന്നാണ് അതിൻ്റെ ഒരു പേര് തന്നെ. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ഷെഫും സപ്ലയേഴ്സൊക്കെ വന്ന് ഞങ്ങളോട് ഫുഡിനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. അവർക്ക് എത്ര തന്നാലും മതി വരത്തില്ല. അങ്ങനെയാണ് കോഴിക്കോടത്തെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ എവിടെ ചെന്നാലും, ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റിൽ ചെന്നാലും. ഇത് താഴെയാണ്. താഴെയും നമുക്ക് ഇരിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇത് പുറത്തെ ഒരു സെറ്റിങ്സാണ്. ഇതാണ് ഞാൻ പറഞ്ഞ PASM. അവിടെയാണ് നമുക്ക് ആ വെറൈറ്റി പായസം കിട്ടിയത്. വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നേരിട്ട് കാണുമ്പം പലരും പറയാറുണ്ട്, പക്ഷെ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇവരുടെ ഒരു ബ്രാഞ്ചും കൂടെ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്